ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ജ്യോതിസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ രാത്രി പുട്ടും കടലക്കറിയും ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവ് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും ചുരണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഇതേ കറി വയ്ക്കാനുള്ള കടലയൊക്കെ അവിടെ വേവിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ള ബാക്കി പരിപാടി നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പം ഞാൻ മിക്സി ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് കറി ഉണ്ടാക്കാം. അതിലേക്ക് 1.5 തക്കാളി, ഞാൻ 1.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 1.5 തക്കാളി, കുറച്ച് പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ അതിലേക്ക് പൊടികൾ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, അല്പം പെരിഞ്ജീരകം, വലിയ ജീരകം എന്ന് പറയും, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി. ഈ പൊടികളിട്ട് നമുക്ക് മിക്സാക്കിയിട്ട് ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ഇടാം. ഓക്കെ, എന്നിട്ട് മല്ലിയില ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓൾറെഡി നേരത്തെ വച്ചിരിക്കുന്ന പാൽ ഒഴിക്കാനായിട്ട്, തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് മാത്രമേ നമ്മൾ വേവിക്കാവൂ, അത് ഏത് സാധനം ആയാലും. അപ്പോൾ നമ്മുടെ കടലക്കറി അവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കടലക്കറി റെഡിയായി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കണം. അപ്പം കുറച്ച് കടുകൊക്കെ ഞാൻ പൊടിച്ചതേ അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയാലോ? എല്ലാവർക്കും രാത്രി പുട്ട് കഴിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ ഇഷ്ടമുള്ളവർ, എന്നെപ്പോലെ ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കണേ. അപ്പോൾ എനിക്കിത് കിട്ടിയത് ഞാൻ പണ്ടിങ്ങനെ മഠത്തിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തരുന്നതായിരുന്നു കേട്ടോ ഇത്. അങ്ങനെയാണ് ഞാൻ അവിടെ മുതൽ കഴിക്കാൻ തുടങ്ങിയത്, ഗോതമ്പ് പുട്ടും കടലക്കറി. അങ്ങനെ പുട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ അതേ നോക്കി പുട്ട് കണ്ടോ. ഞങ്ങൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ നിറയെ തേങ്ങ ഇടാറുണ്ട് കേട്ടോ, അതാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ നമ്മുടെ കടലക്കറിയും ഇവിടെ റെഡിയാണേ. നല്ല ടേസ്റ്റാണ്, നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും കടലക്കറി എടുത്തു, അതിനോടൊപ്പം പഴവും. അപ്പം അമ്മയ്ക്ക് ഞാൻ വാരി കൊടുത്തിട്ടാണ് ഞാൻ ശേഷം കഴിക്കുന്നത്. അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് പിന്നെ അമ്മയ്ക്ക് ഫുഡ് കൊടുത്തു, മോനും കൊടുത്തു, ഞാനും കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് മോനും എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പം രണ്ടും ഒരുമിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ മോൻ്റെ കാര്യങ്ങളും കഴിഞ്ഞും ഫുഡും കൊടുത്ത് ഞാനും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ് അടിക്കുക, ലൈക്ക് അടിക്കുക. അടുത്ത